മിക്കവാറും എല്ലാ റിപ്പോർട്ടുകളിലും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഡേറ്റ്. ടൈം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ഡേറ്റ് ഇൻസെർഷൻ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ്, കറണ്ട് ഡേറ്റ് ഇടാനായിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ കറണ്ട് ഡേറ്റിനായിട്ട് എവിടെയാണ് ഡേറ്റ് വേണ്ടത് അവിടെ ലൊക്കേറ്റ് ചെയ്യുക, കർസർ ലൊക്കേറ്റ് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ ഷിഫ്റ്റും ആൾട്ടും പിടിക്കുക, ഷിഫ്റ്റ് ആൾട്ട്. അതിനുശേഷം ഡേറ്റ് എന്നുള്ളതിൻ്റെ ഡി എന്ന അക്ഷരം പ്രസ് ചെയ്യുക. ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് നമുക്ക് ലഭിക്കും. ഇവിടെ ഈ കാണുന്നത് ഡേറ്റാണ്, ഇന്നത്തെ ഡേറ്റാണ്. കറണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഡേറ്റ്, നമ്മളുടെ സിസ്റ്റത്തിലെ ഡേറ്റ് ഏതാണോ അതാണ് കറണ്ട് ഡേറ്റ്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് മാറുന്നതിലൂടെ, ദിവസങ്ങൾ പാസ് ചെയ്യുന്നതിലൂടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്നാണോ ഈ അപ്ഡേറ്റ് ചെയ്യുന്നത് അന്നത്തെ ദിവസം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഫോർമാറ്റ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരാം. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ 3-1 എന്ന് എഴുതിയതിന് പകരമായിട്ട് 03-03-01 അങ്ങനെ എഴുതണം എന്നാണെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇതിനായിട്ട് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ഫീൽഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് നമുക്കിവിടെ ഈ കാണുന്ന ഡേറ്റ് ഫോർമാറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡേറ്റ് ആദ്യം, അപ്പോൾ 2 തവണ എന്ന് പ്രസ് ചെയ്യുക. ചെറിയ അക്ഷരമായാലും വലിയ അക്ഷരമായാലും പ്രശ്നമില്ല. അതിനുശേഷം 2 തവണ എന്ന് പ്രസ് ചെയ്യുക, എന്താ പറയുക, സ്ലാഷ് കൊടുക്കുക. അതിനുശേഷം 3 തവണ അല്ലെങ്കിൽ 4 തവണ വൈ എന്ന് പ്രസ് ചെയ്യുക. ഇയർ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ്, എന്ന് പറയുന്നത് മാസത്തിൻ്റെ 2 ഡിജിറ്റ്, വൈ എന്ന് പറയുന്നത് കൊല്ലത്തിൻ്റെ 4 ഡിജിറ്റുകളാണ്. ഓക്കെ കൊടുക്കുക. സോ നമുക്ക് ഇവിടെ 1-3-2004 എന്നാണ്. ഇവിടെ നമുക്ക് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് 9 വരെയുള്ള ദിവസങ്ങൾക്ക് 0 മുന്നിൽ കാണും. അതുപോലെ തന്നെ 1 മുതൽ 9 വരെയുള്ള മാസങ്ങൾക്ക് 09 മുന്നിൽ കാണും. ഇതാണ് നമ്മളുടെ ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഒരു പോരായ്മ, മറ്റേതെങ്കിലും ഡേറ്റ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇന്നലത്തെ ഡേറ്റ് കൊടുക്കാനായിട്ട് ഈ കീ കമാൻഡ് കൊണ്ട് സാധിക്കുന്നതല്ല. അത് നേരിട്ടിട്ട് തന്നെ ചെയ്യണം. എന്നാൽ ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് പറ്റും. ഇനി നമുക്ക് ടൈം ഇൻസെർട്ട് ചെയ്യുന്നത് നോക്കാം. ഡേറ്റ് ഇൻസെർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച കമാൻഡ് ഷിഫ്റ്റ് പ്ലസ് ആൾട്ട് പ്ലസ് ഡി ആണ്, ഡേറ്റ് ആണ്. തീർച്ചയായിട്ടും ഡിക്ക് പകരം ടി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ടൈം ലഭിക്കുന്നതാണ്. കറണ്ട് ടൈം ഞാനിവിടെ ഷിഫ്റ്റും ആൾട്ടും പ്രസ് ചെയ്തു, അതിനുശേഷം ടി പ്രസ് ചെയ്തു. ഇപ്പോൾ 5:41 AM, 4:51 AM. അപ്പോൾ ഏതാണോ കറണ്ട് ടൈം ഉള്ളത് ഇപ്പോഴത്തെ സമയം കാണിക്കാനായിട്ടും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം. സമയം നോക്കാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് കമ്പ്യൂട്ടറിലായിരിക്കും സമയം നോക്കാൻ ഈസിയാണ്. എങ്കിൽ കൂടി ഒരു സമയം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയം പെട്ടെന്ന് ഇൻസെർട്ട് ചെയ്യാനായിട്ട് ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും.